ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, സാർ എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ഇപ്പോൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിൽ നിന്ന് പോയി. ആ വ്യക്തി പറഞ്ഞത് എന്നോടുള്ള എല്ലാ ഫീലിങ്സും നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ബ്രേക്കപ്പ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പവറിൽ വിശ്വസിക്കാം, നിങ്ങളുടെ ചിന്തയിൽ വിശ്വസിക്കാം. നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആ ഫീലിങ്സ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിലൂടെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും, പോസിബിളാണ്. എങ്ങനെയാണ് ഓരോന്നും ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നോടുള്ള എല്ലാ ഫീലിങ്സും നഷ്ടപ്പെട്ടത്. നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും ഭയങ്കര കംഫർട്ടബിളും പ്രെഡിക്റ്റബിളുമാണെങ്കിൽ നമ്മളോടുള്ള ഫീലിങ്സ് നഷ്ടപ്പെടും. ചിലപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര സുഖമായിട്ട് ഉള്ള ഒരു ജീവിതമായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. നാളെ എന്ത് എന്നുള്ളത് പോലും കൃത്യമായിട്ട് അറിയാം. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ കംഫർട്ടബിൾ ആണ്, പ്രെഡിക്റ്റബിൾ ആണ്. ഒരു ക്യൂരിയോസിറ്റി ഇല്ല ലൈഫിൽ. നാളെ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ നാളെ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവോ, ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ക്യൂരിയോസിറ്റി ഇല്ലെങ്കിലും ആളുകൾക്ക് മടുക്കും. നമ്മളോടുള്ള ആ ഒരു ഫീലിങ്സ് കുറയും എന്നുള്ളതാണ്. സോ അതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷൻസും അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചേസിങ്ങും ആർഗ്യൂ ചെയ്യുന്ന സ്വഭാവമാണ്. ചേസിങ് എന്ന് പറയുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ അവരെ വിളിക്കുക, സംസാരിക്കുക, ഡബിൾ ടെക്സ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിരന്തരം എപ്പോഴും വിളിച്ച് അന്വേഷിക്കുക. അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുക നമ്മുടെ ഈ ഒരു ചേസിങ് കാരണത്താൽ. എല്ലാ കാര്യങ്ങൾക്കും അവരെ തന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ആർഗ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് അറിയാതെ ഒരു അട്രാക്ഷൻ കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഓവറായിട്ട് ചേസ് ചെയ്യുന്നതും ഓവറായിട്ട് ആർഗ്യൂ ചെയ്യുന്നതും എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അതാണ് റീസൺ എങ്കിൽ. അടുത്തൊരു റീസൺ ആയിട്ട് പറയുന്നത്, ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ വിമർശിക്കും, ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറയും. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളിലും ഓരോരോ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെങ്ങനെ വിമർശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇയാൾ എന്ത് മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ എന്നുള്ളതൊക്കെ ചിന്തിച്ചു പോകും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പുരുഷനാവാം, സ്ത്രീ ആവാം, എന്താണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നമ്മൾ എപ്പോഴും വിമർശിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. അവരോടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷനും ഫീലിങ്സും ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. പിന്നെ അടുത്തൊരു റീസൺ ആയിട്ട് പറയുന്നത്, അവർ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ അവൈലബിൾ ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കിട്ടാണ്ടിരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് മിസ്സിങ് വരും. ആ ഒരു ഇമോഷണൽ കണക്ഷൻ പതിയെ ഇല്ലാണ്ടായിത്തീരും. കാരണം ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി അവർക്കിപ്പോൾ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു വീഡിയോ കോളിലെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ ഒരു കോളിൻ്റെ രീതിയിലെങ്കിലും നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് കിട്ടുക എന്നുള്ളത് മസ്റ്റാണ്. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുകളൊക്കെയാണ്, പക്ഷെ അവരാഗ്രഹിക്കുന്ന ആ ഒരു കെയറും പ്രസൻസും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമോഷണൽ കണക്ഷൻ കുറയും, നിങ്ങളോടുള്ള ഫീലിങ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ കൂടി നമ്മൾ ഫോണിലെങ്കിലും അവൈലബിൾ ആവണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു റീസൺ വരുന്നത്, ഇപ്പോൾ പല ആളുകളും സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെ പ്രശ്നമായിരിക്കും. കാരണം എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. അവരോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എനർജി ഭയങ്കര ഡൗൺ ആയിട്ട് തോന്നും. കാരണം അവർ നമ്മുടെ കുറവുകൾ മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക, നമ്മുടെ കഴിവുകളൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ നമ്മളൊന്നിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കണ്ടതിനും കേട്ടതിനൊക്കെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആശയവിനിമയത്തിൽ
നമുക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുക, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് വരിക. ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായിരിക്കാം. നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കുറയാനും, ഇമോഷണൽ കണക്ഷൻ കുറയുന്നത് വഴി അവർക്ക് നിങ്ങളെ വേണ്ടെന്ന് തോന്നുകയും ചിലപ്പോൾ അങ്ങനെ ബ്രേക്കപ്പ് പറഞ്ഞു പോയതും ആവാം. ഇപ്പം ഈ പറഞ്ഞതിൽ പല കാരണങ്ങളാവാം, ഇതൊന്നും അല്ലാത്ത പല കാരണങ്ങളും ആവാം. നമ്മൾ ചർച്ച ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ആ ഒരു ഫീലിങ്സ് കുറയാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഇവരെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതിലെന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുകയും, അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ ഓവറായിട്ട് ചേസ് ചെയ്യുന്ന ആളാണ്, ആർഗ്യൂ ചെയ്യുന്ന ആളാണെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് നമ്മൾ കുറക്കണം. നേരെ സംസാരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ നേരെ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നമ്മളെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇത് കൂടാതെ ഒരു 4 റൂൾസ് ഉണ്ട് ആ വ്യക്തി തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ. ആ റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് അങ്ങോട്ട് ചേസ് ചെയ്യണ്ട എന്നുള്ളതാണ്. ചേസ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. ചേസിങ്ങിൽ വരുന്ന കാര്യമാണ് നമ്മൾ ഡബിൾ ടെക്സ്റ്റിംഗ് ചെയ്യുക. ഒരു മെസ്സേജ് അയച്ച് അത് സീൻ ചെയ്ത് റിപ്ലൈ കിട്ടുന്നതിന് മുമ്പ് വീണ്ടും മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഒരു കോൾ വിളിച്ചു, അതിന് റെസ്പോൺസ് ഇല്ല, തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ പരിപാടി ചെയ്യാണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ആപ്സുകളിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓരോ ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ സ്റ്റാറ്റസ് എന്തായിട്ടിരിക്കുന്നത്, പോസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ പോയി ചെക്ക് ചെയ്യുക. അവരെവിടെയാണ്, എന്താണ്, ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്, ഓൺലൈനിലുണ്ടോ, ഇങ്ങനെയുള്ള പരിപാടികൾ ചെക്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ബോധവാനായിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോവുക, അത് അന്വേഷിക്കുക. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലും ബോഡിയിലും മനസ്സിൽ എവിടെയും വരാണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചേസ് ചെയ്യേണ്ട, നമ്മൾ അവരെ ഫ്രീ ആക്കിയിട്ട് വിടുക. നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റോപ്പ് ചേസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. പിന്നെ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുക, നമ്മളെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ആളെ വേണം തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആളുമായിട്ട് സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവും. ആ കാര്യം രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ആലോചിക്കുക. ഒരു 5 മിനിറ്റോളം ആ ആലോചനയിൽ നിങ്ങൾ മുഴുകുക. അത് മാക്സിമം ഫീൽ ചെയ്യുക. എന്താണോ ആ സന്തോഷകരമായ നിമിഷത്തിൽ സംഭവിച്ചത് അത് വീണ്ടും നിങ്ങളുടെ മൈൻഡിൽ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം അത് ഫീൽ ചെയ്യുക. അത് വീണ്ടും സംഭവിക്കുന്നു അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നടക്കുന്നു എന്നുള്ള രീതിയിൽ മാക്സിമം അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുകയും ആ മെമ്മറീസ് തന്നെ അവരെ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് മാക്സിമം ഓർക്കുക, അത് ഫീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇതെല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അഥവാ ആ ഓൾഡ് മെമ്മറി ഹാപ്പി ആയിട്ടുള്ളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക, അത് മാക്സിമം ഫീൽ ചെയ്യുക. ഇതാണ് ടെക്നിക്ക്. ഇതൊരു 2 weeks 3 weeksോളം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. റൂൾ നമ്പർ 4 എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 30 days എങ്കിലും കോണ്ടാക്ട് ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ആബ്സെൻസ് അവർക്ക് നിങ്ങളെ കൂടുതലായിട്ട് മിസ് ചെയ്യും, നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ശല്യം ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് വെറുപ്പുണ്ടാവാനാണ് ചാൻസ്. പിന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു തിങ്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല. നിങ്ങളോടുള്ള ആ ദേഷ്യം വെറുപ്പൊക്കെ പോകാനുള്ള ഒരു ടൈമിംഗ് ആണത് എന്ന് പറയുന്നത് ഈ 30 days. ആ 30 days കൊണ്ട് അവരൊന്ന് ഹീലായിട്ട് ഒന്ന് നല്ല രീതിയിൽ ചിന്തിക്കട്ടെ. നിങ്ങൾ ശല്യം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യും, തിരിച്ച് നിങ്ങളെ വേണമെന്ന് അവർക്ക് തോന്നും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ആ വ്യക്തി ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വരണം. അപ്പോൾ അതിന് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ യോഗ, എക്സസൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി എപ്പോഴും ആക്റ്റീവായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. ജിമ്മിൽ പോകാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ജിമ്മിലൊക്കെ പോവുക. അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ ഈ
വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ള വ്യക്തി നിങ്ങളെ തിരിച്ചിങ്ങോട്ട് ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് എണീറ്റ ഉടനെ അത് പ്രാക്ടീസ് ചെയ്യുക. തുടർച്ചയായിട്ട് ഒരു 3 വീക്സ് ചെയ്യുക. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് ചേസ് ചെയ്യുന്നതായിരിക്കും. ആ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഫ്രീ ആയിട്ട് അയച്ചു തരാം. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് താഴത്തെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. യാതൊരു പേടിയും വേണ്ട. സപ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.